ഹായ് ഗായ്സ്, അഖിൽ ബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാറിൽ നടക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 10 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ചത്തെ അതേ നോമിനേഷൻസ് തന്നെയാണ് ഇത്തവണയും. അതുകൊണ്ട് തന്നെ രണ്ടോ അതിലധികമോ മത്സരാർത്ഥികൾ പുറത്തു പോകും. അതോടൊപ്പം അടുത്ത ആഴ്ചയിൽ സിജോ വരുന്നുള്ള ഒരു ന്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും കൂടെ ഇതിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് രാത്രി 10 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോയാണ്. ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജിൻഡോ. 4,16,800 വോട്ടാണ് ജിൻഡോ നേടിയത്. ഈ വോട്ടിംഗ് തുടർന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോകാത്ത ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ. 2-ാം പൊസിഷനിൽ അഭിഷേകാണ് തുടരുന്നത്. അഭിഷേകം ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തി 2-ാം പൊസിഷൻ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 3,79,500 വോട്ട് നേടിയാണ് അഭിഷേക് 2-ാം പൊസിഷനിലുള്ളത്. 3-ാം പൊസിഷനിൽ ഋഷിയാണ് തുടരുന്നത്. ഋഷിയും നല്ലൊരു മുന്നേറ്റം ഈ ആഴ്ചയിൽ നേടാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് വളരെ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. 3,69,708 വോട്ട് നേടി 3-ാം പൊസിഷനാണ്. 4-ാം പൊസിഷനിൽ ശ്രീതുവാണുള്ളത്. 3,76,775 വോട്ട് നേടാൻ ശ്രീധുവിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് ശ്രീധുവിനെ സംബന്ധിച്ച്. 5-ാം പൊസിഷനിൽ ഇപ്പോഴും നോറ തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ നോറ 6-ാം പൊസിഷനിലായിരുന്നെങ്കിൽ ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം നടത്തി 5-ാം പൊസിഷൻ തന്നെ തുടരുകയാണ്. 3,07,650 എന്ന നല്ലൊരു വോട്ട് നേടാൻ നോറയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 6-ാം പൊസിഷനിൽ അൻസിബയാണുള്ളത്. അൻസിബയുടെ വോട്ടിംഗ് വളരെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം നേരത്തെ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ 3,01,566 വോട്ട് നേടാനേ സാധിച്ചുള്ളൂ. നേരത്തെ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നോറയുമായി കഴിച്ചുവെച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 6-ാം പൊസിഷനിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 7-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായി ശരണ്യ കയറി വന്നിട്ടുണ്ട്. ലാസ്റ്റ് പൊസിഷനിൽ നിന്നാണ് 7-ാം പൊസിഷനിലേക്ക് ശരണ്യ കയറി വന്നിരിക്കുന്നത്. അത് വലിയൊരു അട്ടിമറി തന്നെയാണ് ശരണ്യയെ സംബന്ധിച്ച്. ഇപ്പോൾ 2,93,009 വോട്ടാണ് ശരണ്യ നേടിയിരിക്കുന്നത്. ശ്രീരേഖ അട്ടിമറിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. 8-ാം പൊസിഷനിൽ ശ്രീരേഖ തന്നെ തുടരുകയാണ്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ശ്രീരേഖ 8-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. 2,92,177 വോട്ട് നേടിയാണ് ശരണ്യയുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രീരേഖ. 9-ാം പൊസിഷനിൽ വീണ്ടും ജാൻമണി പിന്നിലേക്ക് വന്നിരുന്നു. രാവിലെ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും ഇപ്പോൾ വീണ്ടും ജാൻമണിയുടെ വോട്ടിംഗ് വളരെ കുറഞ്ഞു. 2,88,788 വോട്ടാണ് ജാൻമണി നേടിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളർന്ന എണ്ണമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.